കന്യാകുമാരി ജില്ലയിലെ കൊല്ലങ്കോട് എന്ന തീരദേശ ഗ്രാമത്തിലാണ് കൊല്ലങ്കോട് ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 2 മുടികളിലായി കുടികൊള്ളുന്ന കൊല്ലങ്കോട്ടമ്മയ്ക്ക് കൊല്ലങ്കോട്ടിലെ വട്ടവിള, വെങ്കഞ്ഞി എന്നീ 2 ദേശങ്ങളിലായി 2 മുടിപ്പുരകളുമുണ്ട്. മൂലക്ഷേത്രമായ വട്ടവിള മുടിപ്പുരയിലാണ് നിത്യപൂജ നടക്കുന്നത്. പ്രസിദ്ധമായ കൊല്ലങ്കോട് തൂക്ക മഹോത്സവം നടക്കുന്ന സമയത്തും 10 ദിവസങ്ങൾ ഒന്നിടവിട്ട വർഷങ്ങളിലെ വൃശ്ചിക ചിറപ്പ് സമയത്തും 41 ദിവസങ്ങൾ ഭഗവതി വെങ്കഞ്ഞി ക്ഷേത്രത്തിൽ കുടിയിരിക്കും. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ആരംഭത്തിനെക്കുറിച്ച് രേഖാമൂലമായ തെളിവുകളൊന്നും ലഭ്യമല്ല. എന്നിരുന്നാലും തലമുറകളായി കൈമാറുന്ന ചില ഐതിഹ്യങ്ങളാണ് ഏകാശ്രയം. കൊടുങ്ങല്ലൂരിൽ നിന്നും കന്യാകുമാരി ദേവി ക്ഷേത്രം സന്ദർശിക്കുവാൻ പോകുന്ന യാത്രക്കിടയിൽ ഒരു പൂജാരിയായ തീർത്ഥാടകൻ വഴിമധ്യേ ഇവിടത്തെ പുറയ്ക്കാൽ ഭവനം എന്ന ഒരു വീട്ടിൽ വിശ്രമിക്കാനിടയായി. ആ സമയത്ത് ആ ഭവനത്തിലുണ്ടായിരുന്നത് ഒരേ ഒരു വൃദ്ധ സ്ത്രീ മാത്രമായിരുന്നു. അവൾ ആനന്ദി എന്നും പൊന്നി എന്നും പേരുള്ള 2 പരിചാരകരെ ഈ തീർത്ഥാടകനെ പരിചരിക്കാൻ നിയോഗിച്ചു. അവർ അദ്ദേഹത്തെ പാരമ്പര്യമായ രീതിയിൽ തന്നെ പാൽ, പഴം, ഇളനീർ, അവൽ എന്നിവ നൽകി സ്വീകരിച്ചു. പണ്ഡിതനും ജ്യോത്സ്യനുമായ ആ ഭക്തൻ ആ സ്ത്രീയോട് അവർ അപ്പോൾ ഗർഭിണിയാണെന്നും അവർക്ക് പിറക്കുന്ന ശിശു അമാനുഷിക കഴിവുകളുള്ളവനും തികഞ്ഞ ബുദ്ധിശാലിയുമായിരിക്കുമെന്നും പ്രവചിച്ചു. ഈ പ്രവചനം ആദി മാർത്താണ്ഡൻ അല്ലെങ്കിൽ മാഹി മാർത്താണ്ഡന്റെ ജനനത്തിന് വഴിതെളിച്ചു. കന്യാകുമാരി ദേവി ക്ഷേത്രത്തിൽ നിന്നും തിരിച്ചു വരുന്ന വഴിയിൽ ഈ ബ്രാഹ്മണൻ തനിക്ക് വിശ്രമസ്ഥലം തന്ന സ്ത്രീക്ക് അമൂല്യമായ ഗ്രന്ഥം സമ്മാനിച്ചു. അദ്ദേഹം പുരയ്ക്കലിലെ ഒരു കിണറ്റിൽ സാലഗ്രന്ഥം എന്ന ഈ ഗ്രന്ഥം നിക്ഷേപിക്കുകയും ഭാവിയിൽ ഈ പ്രദേശം അനുഗ്രഹീതമാവുമെന്ന് പ്രവചിക്കുകയും ചെയ്തു. പിൽക്കാലത്ത് ഈ കിണറ്റിൽ വെള്ളം കോരിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീക്ക് ഈ പുസ്തകം ഒരു പാക്കിന്റെ രൂപത്തിൽ കിട്ടുകയും ആ പാക്ക് അവൾ മുറിക്കാൻ ശ്രമിച്ചപ്പോൾ അതിൽ നിന്നും രക്തം വരികയും ചെയ്തു. അതിനാൽ ദേവപ്രശ്നം വെച്ചപ്പോൾ ആ സ്ഥലത്ത് ജഗദീശ്വരിയും സാക്ഷാൽ ആദിപരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയുടെ പ്രസന്നം തെളിയുകയും അവിടെ ഒരു ഭദ്രകാളി ക്ഷേത്രം നിർമ്മിക്കണമെന്നും നിർദ്ദേശിക്കപ്പെട്ടു. ഇന്ന് മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി തുടങ്ങിയ 3 ഭാവങ്ങളിലും ഭഗവതി ഇവിടെ ആരാധിക്കപ്പെടുന്നു. ഇന്ന് കാണുന്ന മൂലക്ഷേത്രമായ പഴയ മുടിപ്പുര എന്നറിയപ്പെടുന്ന കൊല്ലങ്കോട് വട്ടവിള ഭദ്രകാളി ക്ഷേത്രം ഇപ്രകാരമാണ് ഉണ്ടായതെന്നാണ് ഐതിഹ്യം. ഇനി നമുക്ക് ക്ഷേത്രത്തിന്റെ ചരിത്രത്തിലേക്കൊന്ന് കടക്കാം. ഇന്നത്തെ തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ മുതൽ കന്യാകുമാരി ജില്ലയിലെ തേങ്ങാപട്ടണം വരെയുള്ള കടലോര പ്രദേശം കലിംഗരാജപുരം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. കലിയുഗ യുദ്ധത്തിൽ പരാജയപ്പെട്ട ചിലർ അഭയം തേടി ഇവിടെ വന്നു ചേർന്നു. അന്ന് ഇവിടുത്തെ മഹാരാജാവ് അവർക്ക് താമസിക്കാനുള്ള സ്ഥലം ഈ പ്രദേശത്ത് അനുവദിച്ചു നൽകി. അതിനുശേഷം ഈ പ്രദേശം കലിയുഗ രാജപുരം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഇവർ തങ്ങളുടെ കുലദൈവമായ ഭദ്രകാളിയെ ആരാധിച്ചിരുന്നു അത്രേ. പിന്നീട് ഈ പ്രദേശത്തുണ്ടായ ശക്തമായ കടൽക്ഷോഭം കാരണം ഈ പ്രദേശം മുഴുവൻ മണ്ണിനടിയിൽ അകപ്പെടുകയുണ്ടായി. കൊല്ലങ്കോടിനടുത്തുള്ള ഒരു സ്ഥലം ഇപ്പോഴും കലിയുഗ രാജപുരം എന്നറിയപ്പെടുന്നുണ്ട്. അവരുടെ കുലദൈവമായിരുന്ന കാളിയാണ് ഇപ്പോൾ കൊല്ലങ്കോട് വാണരുളുന്ന ശ്രീ ഭദ്രകാളി എന്നും പറയുന്നുണ്ട്. പ്രസിദ്ധമായ വില്ലിന്മേൽ തൂക്കം ഭഗവതിയുടെ തിരുനാളായ മീനഭരണി നാളിൽ നടക്കുന്നു. തെക്കൻ തിരുവിതാംകൂറിലെ ഏറ്റവും പ്രസിദ്ധമായ ഉത്സവങ്ങളിലൊന്നാണ് കൊല്ലങ്കോട് തൂക്കം. ഇതിനായി വട്ടവിള ക്ഷേത്രത്തിൽ നിന്നും ദേവി വെങ്കഞ്ഞി മുടിപ്പുരയിലേക്ക് എഴുന്നള്ളുന്നു. തുടർന്ന് 10 ദിവസങ്ങൾ അവിടുത്തെ ഉത്സവം നടക്കുന്നു. 10ാം ഉത്സവ ദിനമായ മീനഭരണി നാളിലാണ് തൂക്ക മഹോത്സവം. വട്ടവിള മുടിപ്പുരയിൽ 10ാം ഉദയത്തിനു നിരവധി ഭക്തജനങ്ങൾ ഭഗവതിക്ക് പൊങ്കാല നൈവേദ്യം അർപ്പിക്കുന്നു. അന്നേ ദിവസം ദേവിക്ക് ലക്ഷാർച്ചനയും നടത്തുന്നു. 12 വർഷത്തിലൊരിക്കലാണ് കൊല്ലങ്കോട് കാളിയൂട്ട് നടക്കുന്നത്. ക്ഷേത്രം രാവിലെ 5 മണിക്ക് തുറന്ന് 11:45 നടയടയ്ക്കും.
വൈകുന്നേരം 5 മണിക്ക് തുറന്ന് 8 മണിക്ക് നടയടയ്ക്കും. വിശേഷ ദിവസങ്ങളിൽ സമയത്തിന് മാറ്റമുണ്ടാകും. ഞായർ, വ്യാഴം, വെള്ളി ദിവസങ്ങൾ കൊല്ലങ്കോട് ക്ഷേത്രത്തിലെ പ്രധാന ദിവസങ്ങളാണ്. ഗണപതി ഭഗവാൻ, ശിവൻ, നാഗർ എന്നിവരാണ് ഈ ക്ഷേത്രത്തിലെ ഉപദേവതകൾ. ഈ ദേവതകളുടെ പൂജകൾ താന്ത്രിക രീതിയിലാണ് നടത്തുന്നത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രത്തിൽ വന്ന് അമ്മയെ കണ്ട് അനുഗ്രഹം മേടിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യമായിരിക്കും.